നമസ്കാരം. അമേരിക്കയുടെ മിസൈൽ കപ്പലിനെ അഗ്നിക്കിരയാക്കി. ഒമാൻ തീരത്ത് കപ്പൽ മുങ്ങിത്താങ്ങും. അമേരിക്കൻ നാവികസേനയുടെ മിസൈൽ ആക്രമണത്തിൽ ഒമാൻ തീരത്ത് ചരക്ക് കപ്പൽ മുങ്ങിത്താഴുകയാണ്. ഉള്ളിൽ കുടുങ്ങിപ്പോയത് ഏകദേശം 24 ഇന്ത്യൻ ജീവനക്കാരാണ്. ഒരു രാജ്യം മുഴുവൻ ഇങ്ങനെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ്. ഇവിടെ US നാവികസേനയുടെ ആക്രമണത്തിനിരയായതിനെ തുടർന്ന് 24 ഇന്ത്യൻ ജീവനക്കാരുമായിട്ട് MT മാരിവെക്സ് എന്ന ചരക്ക് കപ്പൽ ഒമാനിലെ മസീറ ദ്വീപിന് സമീപം മുങ്ങിത്താഴുകയാണ്. കഴിഞ്ഞ ദിവസം ഉച്ചയോടുകൂടിയാണ് കപ്പലിൽ തീപിടുത്തം ഉണ്ടായത്. അതിനെ തുടർന്ന് ജീവനക്കാർ അടിയന്തര സഹായത്തിനായിട്ട് സന്ദേശങ്ങളൊക്കെ അയച്ചിരുന്നു. പക്ഷേ MT മാരിവെക്സിൽ ഉച്ചയ്ക്ക് 1:30 തീപിടുത്തമുണ്ടായി എന്നും ആ സമയത്ത് 24 ഇന്ത്യൻ ജീവനക്കാർ കപ്പലിൽ ഉണ്ടായിരുന്നുവെന്നും ഷിപ്പിംഗ് മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ലഭ്യമായിട്ടുള്ള പ്രാഥമിക വിവരങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ എല്ലാ ഇന്ത്യൻ ജീവനക്കാരും നിലവിൽ സുരക്ഷിതരാണ്. അവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായിട്ട് വിദേശകാര്യ മന്ത്രാലയം, വിദേശത്തുള്ള ഇന്ത്യൻ മിഷനുകൾ, ഇന്ത്യൻ നാവികസേന, പ്രതിരോധ മന്ത്രാലയം എന്നിവയുമായിട്ടൊക്കെ ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. തീപിടുത്തത്തിന് പിന്നാലെ MT മാരിവെക്സിൽ ഒരു ജീവനക്കാരിൽ നിന്ന് അടിയന്തര സഹായം അഭ്യർത്ഥിച്ചുള്ള സന്ദേശം ലഭിച്ചതായിട്ട് ഓൾ ഇന്ത്യ സീഫെയറേഴ്സ് യൂണിയൻ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ യൂണിയൻ നൽകിയ വിവരങ്ങൾ പ്രകാരം കപ്പലിലെ ജീവനക്കാരനായിട്ടുള്ള നിതേഷ് എന്ന വ്യക്തിയാണ് അപകടത്തിന് പിന്നാലെ അടിയന്തര സഹായം തേടി ബന്ധപ്പെട്ടതെന്നാണ് പറയപ്പെടുന്നത്. തീപിടുത്തം ഉണ്ടാകുമ്പോൾ 24 ഇന്ത്യൻ ജീവനക്കാരാണ് ആ കപ്പലിൽ ഉണ്ടായിരുന്നത് എന്ന് കൂടി അറിയിക്കുന്നുണ്ട്. നിലവിൽ ലഭ്യമായുള്ള പ്രാഥമിക വിവരങ്ങൾ അനുസരിച്ച് കപ്പലിലെ എല്ലാ ഇന്ത്യൻ ജീവനക്കാരും സുരക്ഷിതരാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല, ഇവിടെ അപകടത്തിൽപ്പെട്ട കപ്പൽ ജീവനക്കാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഒപ്പം തങ്ങൾ ഉറച്ചു നിൽക്കുന്നു എന്നും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് അത് പങ്കുവയ്ക്കുമെന്നും ഒക്കെ ഓൾ ഇന്ത്യ സീഫെയറേഴ്സ് യൂണിയൻ അറിയിച്ചിട്ടുമുണ്ട്. ജീവനക്കാരുടെ സുരക്ഷയും ഈ പ്രതിസന്ധി ഘട്ടത്തിന് എത്രയും പെട്ടെന്ന് ഒരു പരിഹാരവും ഉണ്ടാകുമെന്ന് യൂണിയൻ പ്രത്യാശ പ്രകടിപ്പിക്കുന്നുണ്ട്. എങ്കിൽ കൂടിയും അമേരിക്കയുടെ മിസൈലുകൾ എന്ന് പറയപ്പെടുന്നത് ഈ കപ്പലുകൾ, ചരക്ക് കപ്പലുകളെ അടക്കം അഗ്നിക്കിരയാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ ഒമാൻ തീരത്താണ് ഈ കപ്പൽ മുങ്ങിത്താണുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഉള്ളത് 24ഓളം വരുന്ന ഇന്ത്യക്കാരാണ്. ആ 24ഓളം വരുന്ന ഇന്ത്യക്കാരടക്കം രക്ഷപ്പെടുത്താൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അത് വലിയ നഷ്ടമായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ ഇവിടെ ജീവനക്കാരുടെ സുരക്ഷയും അവരുടെ ജീവനും ഒക്കെ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുത്തുവാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തിലാണ് ഈ പറയുന്ന സീഫെയറേഴ്സ് യൂണിയൻ അറിയിച്ചിരിക്കുന്നത്. അവരുടെ പ്രത്യാശ അത്തരത്തിലാണ്. പക്ഷേ അമേരിക്കയുടെ ആക്രമണങ്ങൾ എന്ന് പറയപ്പെടുന്നത് ലോകത്തിന് തന്നെ ഭീഷണിയാവുകയാണ്.